മുസ്ലിമായ ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ നല്ല രൂപത്തിൽ പാരായണം ചെയ്യാൻ വേണ്ട നിയമങ്ങളും നിർദ്ദേശങ്ങളും മറ്റു മര്യാദകളും പഠിക്കലും മനസ്സിലാക്കലും നിർബന്ധമാകുന്നു എന്നാണ് പണ്ഡിത മതം. ഇന്ന് ലോകത്ത് മനുഷ്യൻ നാവ് കൊണ്ട് ഉരുവിടുന്ന ദിക്റുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് പരിശുദ്ധ ഖുർആനാകുന്നു. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ വചനങ്ങളാണ്. സൃഷ്ടികളുടെ വചനങ്ങളിൽ നിന്നും പലതുകൊണ്ടും അത് വ്യത്യസ്തമാണ്. ഖുർആൻ ഏത് രൂപത്തിൽ പാരായണം ചെയ്യണമെന്ന് അള്ളാഹു തന്നെ ഖുർആനിലൂടെ വ്യക്തമാക്കുന്നു. നോക്കൂ, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. പരിശുദ്ധ ഖുർആനിനെ ഉറ്റാലോചിച്ച് മനസ്സിലാക്കി പഠിക്കാൻ തയ്യാറുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാനിതാ ഖുർആനിനെ വളരെ എളുപ്പമാക്കി തന്നിരിക്കുന്നു എന്ന അള്ളാഹുവിന്റെ ഓഫർ. അൽഹംദുലില്ലാഹ്, മനസ്സിന് കുളിർമയും കൗതുകം തോന്നുന്ന ഓഫറുകൾ. വീണ്ടും ഖുർആൻ പറയുന്നു, വറത്തിൽ ഖുർആന തർത്തീല. നിങ്ങൾ പരിശുദ്ധ ഖുർആൻ അവധാനപൂർവം സാവകാശത്തിൽ അക്ഷരസ്ഫുടതയോടുകൂടി പാരായണം ചെയ്യണമെന്ന് ഈ ആയത്തിനെ പരാമർശിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയുകയുണ്ടായി. ഈ ആയത്ത് കൊണ്ടുള്ള ഉദ്ദേശം തികച്ചും തജ്വീദിൽ അധിഷ്ഠിതമായ പാരായണം ആയിരിക്കണം എന്നതാണ്. സഹോദരന്മാരെ, എത്ര വർഷത്തോളമായി നമ്മിൽ പല ആളുകളും നിരവധി തവണ ഖുർആൻ പാരായണം ചെയ്ത് തീർത്തവരാണ്. എന്നാൽ പരിശുദ്ധ ഖുർആനോട് എത്രത്തോളം നീതി പുലർത്തിയിട്ടുണ്ട് എന്ന് ഇപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മല്ലം യതഗന്ന ബിൽ ഖുർആൻ ഫലൈസ മിന്ന. പരിശുദ്ധ ഖുർആൻ താളാത്മകമായ രൂപത്തിൽ രാഗത്തോടുകൂടി പാരായണം ചെയ്യാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല. സഹോദരന്മാരെ, വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട ഒരു ഹദീസാണ്. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സയ്യിനുൽ ഖുർആന ബിഅസ്വാതികും. നിങ്ങളുടെ ശബ്ദങ്ങളെ കൊണ്ട് ഖുർആനിനെ അലങ്കരിക്കുക. അതുപോലെ തന്നെ ഈ രൂപത്തിൽ പരിശുദ്ധ ഖുർആനിനെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാകുന്നു നിങ്ങൾ ഉത്തമൻ എന്നിത്യാദി ധാരാളം ഹദീസുകളും ആയത്തുകളും ഈ വിഷയത്തിൽ വന്നിരിക്കുന്നു. പരിശുദ്ധ ഖുർആന്റെ പാരായണത്തിന്റെ പ്രസക്തിയെ സൂചിപ്പിക്കുകയാണ് ഇത്തരം ആയത്തും ഹദീസുകളും. സഹോദരന്മാരെ, എന്താണ് തജ്വീദ്? തഅരീഫു തജ്വീദ് മുല്ലമർ പറയുന്നു, തഹ്സീനുൽ ഹുറൂഫി ഇൻദ തിലാവതി, തഅരീഫുൽ അസ്നാഫിൽ മവാഖിഫിൽ ലായിഖി ഇൻദൽ ജുമുഹൂരി വാജിബൈതല്ലുന്നു. തഅരീഫു തജ്വീദ് മുല്ലമർ പറയുന്നു, തഹ്സീനുൽ ഹുറൂഫി ഇൻദ തിലാവതി, തഅരീഫുൽ അസ്നാഫിൽ മവാഖിഫിൽ ലായിഖി ഇൻദൽ ജുമുഹൂരി വാജിബൈതല്ലുന്നു. തജ്വീദിന്റെ നിർവചനമായിക്കൊണ്ട് പണ്ഡിതന്മാരുടെ അഭിപ്രായം തഹ്സീനുൽ ഹുറൂഫ് വ മഅരിഫത്തുൽ വുഖൂഫ് എന്നാണ്. എന്ന് വെച്ചാൽ തഹ്സീനുൽ ഹുറൂഫ് അക്ഷരങ്ങളെ നന്നാക്കുക, വ മഅരിഫത്തുൽ വുഖൂഫ് സ്റ്റോപ്പുകളെ വഖഫുകളെ സംബന്ധിച്ചുള്ള ധാരണയുണ്ടാവുക. തഹ്സീനുൽ ഹുറൂഫ് വ മഅരിഫത്തുൽ വുഖൂഫ്.
തഹ്സീനുൽ ഹുറൂഫ് വ മഅരിഫത്തുൽ വുഖൂഫ്, അക്ഷരങ്ങളെ നന്നാക്കുകയും വഖഫുകളെ സംബന്ധിച്ച് അഥവാ സ്റ്റോപ്പുകളെ സംബന്ധിച്ച് അറിയുകയും ചെയ്യുക. ഇതാണ് തജ്വീദ് എന്ന് പറഞ്ഞാൽ. തഹ്സീനുൽ ഹുറൂഫ് എന്ന് പറയുമ്പോൾ ഓരോ അക്ഷരങ്ങൾക്കും അതാതിന്റെ അവകാശങ്ങൾ വകവെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അക്ഷരങ്ങളുടെ അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോ അക്ഷരം ഉച്ചരിക്കേണ്ട അതിന്റെ മഖ്റജുകൾ മനസ്സിലാക്കുക. അതാത് അക്ഷരങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള മഖ്റജുകളിൽ നിന്ന് മാത്രം അക്ഷരങ്ങളെ ഉച്ചരിക്കുക. അതുപോലെ തന്നെ ഓരോ അക്ഷരങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള വിശേഷണങ്ങളും 100% വകവെച്ചുകൊണ്ടുള്ള ഉച്ചാരണത്തിനാണ് തഹ്സീനുൽ ഹുറൂഫ്, അക്ഷരങ്ങളെ നന്നാക്കുക എന്ന് പറഞ്ഞാൽ. ഇതേപോലെ തന്നെ വമഅരിഫത്തുൽ വുഖൂഫ്, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഏതെല്ലാം സ്ഥലത്ത് നിർത്തേണ്ടി വരും, നിർത്തുകയാണെങ്കിൽ ഏത് രൂപത്തിൽ നിർത്തണം, എവിടെയെല്ലാം നിർത്താൻ പാടില്ല, പാടില്ലാത്ത സ്ഥലങ്ങളിൽ നിർത്തിപ്പോയാൽ എന്ത് ചെയ്യണം, ഇത്യാദി കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ധാരണ ഉണ്ടായിരിക്കലാണ് തജ്വീദിന്റെ നിർവചനമായി പണ്ഡിതന്മാർ പറയുന്നത്. തഹ്സീനുൽ ഹുറൂഫ്, ഈ വിഷയം കഴിയുന്നതുവരെ ഈ വാക്ക് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. തഹ്സീനുൽ ഹുറൂഫ് വ മഅരിഫത്തുൽ വുഖൂഫ്, അക്ഷരങ്ങളെ നന്നാക്കുക, വഖഫുകളെ സംബന്ധിച്ചുള്ള അറിവ് ഉണ്ടാവുക.